മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതേയുള്ളൂ. ദേശീയ തലത്തിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി ഇതിനോടകം പങ്കുവെച്ചു കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. 20 ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ നിങ്ങൾക്കറിയാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിൽ നടന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF-ന് 12-ഉം LDF-ന് 8-ഉം മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത്തവണയും BJP-ക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധിച്ചില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ മണ്ഡലത്തിലും സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങൾ, മറ്റ് ഉൾപാർട്ടി പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇത്തവണത്തെ ജനവിധിയെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. നമുക്ക് നോക്കാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ മണ്ഡലത്തിലും വിജയിച്ച സ്ഥാനാർത്ഥികൾ. കാസർഗോട്ട് P. കരുണാകരൻ, എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി അറിയപ്പെടുന്ന കാസർഗോഡ് സിറ്റിംഗ് MP P. കരുണാകരൻ, അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലീഡ് 6921 കഴിഞ്ഞ തവണ നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ തവണ P. കരുണാകരന് കാസർഗോഡ് മണ്ഡലത്തിൽ ലഭിച്ച ലീഡ് 64,427 കാസർഗോഡ് P. കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ലീഡ് ഇത്തവണ 6,921 കുറഞ്ഞിരിക്കുന്നു. കണ്ണൂരിൽ ഒരുപക്ഷെ അട്ടിമറി വിജയം നടന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ. ഇവിടെ PK ശ്രീമതി LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. K. സുധാകരൻ സിറ്റിംഗ് MP-യേക്കാൾ 6,566 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് PK ശ്രീമതി കണ്ണൂർ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത്. ശ്രീമതി ടീച്ചറുടെ വിജയം ഒരുപക്ഷെ മറ്റൊരു തരത്തിൽ കൂടി വിലയിരുത്തപ്പെടേണ്ടത്. കാരണം K. സുധാകരൻ്റെ 2 അപരന്മാർ ചേർന്ന് ഏതാണ്ട് 7000-ൽ പരം വോട്ടുകൾ നേടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അപരന്മാരുടെ സാന്നിധ്യം ആണ് ഒരുപക്ഷെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതിയുടെ ഇന്നത്തെ വിജയത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് നമ്മൾ പറയേണ്ടി വരും. K. സുധാകരൻ സിറ്റിംഗ് MP, കണ്ണൂരിലെ സിറ്റിംഗ് MP ആയിരുന്ന K. സുധാകരൻ അന്ന് നേടിയ ലീഡ് 43,151 നമുക്ക് വടകരയിലേക്ക് വരാം. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ലീഡ് 3,306 കുറഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം നടന്ന കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്നായ വടകരയിൽ വളരെ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാൻ CPM-ന്റെ സ്ഥാനാർത്ഥി ഷംസീറിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം വിജയം ഇത്തവണയും മുല്ലപ്പള്ളിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. 3,306 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ നേടാനായത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2009-ൽ മുല്ലപ്പള്ളിയുടെ ലീഡ് 56,186 അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു ഈ വിജയത്തിൽ. കോഴിക്കോട്ട് ഒരുപക്ഷെ ഇടതുമുന്നണി ക്യാമ്പുകളെ അപ്പാടെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. വളരെ വലിയ വിജയപ്രതീക്ഷ ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. വിജയരാഘവൻ വെച്ചു പുലർത്തിയിരുന്നു. എന്നാൽ കോഴിക്കോട്ട് ഒരുപക്ഷെ ഒരു സർപ്രൈസ് വിൻ, ഒരു അത്ഭുതകരമായ അതിശയകരമായ ഒരു വിജയം MK രാഘവന് നേടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലീഡ് 16,883 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ലീഡ് നേടിയിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു MK രാഘവൻ. അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ലീഡ് കേവലം 838 സിറ്റിംഗ് MP MK രാഘവൻ ഇത്തവണ നേടാനായത് 16,883 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. വയനാട് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഉറച്ച സീറ്റ്. കോൺഗ്രസിന് ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കേണ്ടിയിരുന്ന സീറ്റ്. കഴിഞ്ഞ തവണ MI ഷാനവാസിന് 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന വയനാട് മണ്ഡലത്തിൽ ഇത്തവണ MI ഷാനവാസ് വിജയിച്ചെങ്കിലും കോൺഗ്രസിന് അഭിമാനിക്കാവുന്ന ഒരു വിജയമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കേവലം 20,870 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് MI ഷാനവാസിന് ഇത്തവണ നേടാനായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഷാനവാസിന്റെ ഭൂരിപക്ഷം 1,53,439 ഒരു തരത്തിലും കോൺഗ്രസിന് അഭിമാനിക്കാവുന്ന വിജയമല്ല. പക്ഷേ കോൺഗ്രസിന്റെ സീറ്റുകളുടെ പട്ടികയിൽ വയനാടും ഇത്തവണ എഴുതി ചേർക്കാൻ കഴിയും. മലപ്പുറത്ത് ഒരുപക്ഷെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയത് മലപ്പുറത്ത് E. അഹമ്മദാണ്. 1,94,739 E. അഹമ്മദിന്റെ ഭൂരിപക്ഷം ഇത്തവണ. നിങ്ങൾക്കറിയാം, ലീഗിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്ന മണ്ഡലമായിരുന്നു മലപ്പുറം. പക്ഷേ ഇത്തവണയും അഹമ്മദിന് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പായിരുന്നു എങ്കിൽ പോലും ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഒരുപക്ഷെ പ്രവചിക്കപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ തവണ E. അഹമ്മദിന് ലഭിച്ച ഭൂരിപക്ഷം 1,15,597 മലപ്പുറത്ത് E. അഹമ്മദിന് വളരെ നല്ല ഭൂരിപക്ഷം നേടാനായിരിക്കുന്നു. പൊന്നാനി ഒരുപക്ഷെ ലീഗിന്റെ തന്നെ നെഞ്ചിടിപ്പ് കൂട്ടിയ മണ്ഡലമായിരുന്നു പൊന്നാനി. വളരെ ശക്തമായ ഒരു മത്സരം പൊന്നാനിയിൽ കാഴ്ചവെക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അബ്ദുറഹ്മാന് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പൊന്നാനിയിൽ E. T. മുഹമ്മദ് ബഷീറിന് 25,410
വോട്ടിന്റെ ഭൂരിപക്ഷം പൊന്നാനിയിൽ ഇക്കുറി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇ അഹമ്മദിന്റെ ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം കുറവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 82,684 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ഇടത്താണ് ഇ ടി ഇപ്രാവശ്യം 25,410 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത്. ലീഗിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു വിജയമല്ല പൊന്നാനിയിലേത് എന്ന് പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ അതിശയകരമായ മറ്റൊരു ഭൂരിപക്ഷം നോക്കുമ്പോൾ വളരെ അതിശയകരമായ ഒരു മുന്നേറ്റം നടത്താനായത് പാലക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MP രാജേഷിനാണ്. പാലക്കാട്ടെ സിറ്റിംഗ് MP രാജേഷിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാർ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ 1820 പാലക്കാട്ടെ സിറ്റിംഗ് MP രാജേഷിന് കഴിഞ്ഞ 2009 കേവലം 1820 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്ന MP രാജേഷ് 1,05,323 വോട്ടിന്റെ ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. MP രാജേഷിന്റെ വിജയം അതുകൊണ്ട് തന്നെ തിളക്കമാർന്ന വിജയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആലത്തൂർ മണ്ഡലം PK ബിജു ഇടതുമുന്നണി സ്ഥാനാർത്ഥി സിറ്റിംഗ് MP PK ബിജുവിന്റെ ഭൂരിപക്ഷം 37,312 കഴിഞ്ഞ തവണ ഇത് 20,960 PK ബിജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം സിറ്റിംഗ് MPക്ക് ഉയർത്താൻ ആലത്തൂർ മണ്ഡലത്തിൽ ബിജുവിന് സാധിച്ചിട്ടുണ്ട്. തൃശൂരിൽ CPI സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി CN ജയദേവൻ 38,227 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. തൃശൂരിൽ PC ചാക്കോ കഴിഞ്ഞ തവണ നേടിയത് 25,151 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. PC ചാക്കോ ഇത്തവണ ചാലക്കുടിയും തൃശൂരും സീറ്റുകൾ വെച്ചു മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിൽ CN ജയദേവന്റെ വിജയം മികച്ച വിജയങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ചാലക്കുടിയിൽ ഒരുപക്ഷെ അത്ഭുതകരമായ വിജയം സമ്മാനിച്ച മണ്ഡലമാണ് ചാലക്കുടിയിൽ. മലയാളിയുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ഇന്നസെന്റിന് ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇന്നസെന്റിന് ഇത്തവണ 13,884 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. ചാലക്കുടിയിൽ ഇന്നസെന്റിന്റെ വിജയം അപ്രവചനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് പ്രത്യേകം തിളക്കമുണ്ട്. ഇവിടെ KP ധനപാലൻ കഴിഞ്ഞ തവണ നേടിയത് 71,679 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. എറണാകുളത്ത് KV തോമസിന്റെ വിജയം 87,047 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. KV തോമസിന് എറണാകുളം മണ്ഡലം ഒരു സ്ഥിരതയാർന്ന മണ്ഡലമാണ് എന്ന് ഒരിക്കൽ കൂടി